ബസ്സിൻ്റെ എണ്ണം കാണിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡ് ഫ്രം കരുനാഗപ്പള്ളി. നമ്മളിപ്പോൾ പാതിരാത്രി ഇവിടെ വന്നിരിക്കുന്നത് തട്ടിയും പൊക്കണവും കൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നു ഗായ്സ്. അതിൻ്റെ ബാക്കി പത്രത്തിൻ്റെ വീഡിയോ ആണിത്. ഈ ഇരിക്കുന്ന മുതൽ കാരണമാണ് നമ്മൾ ഈ രാത്രിയിൽ തട്ടിപ്പൊക്കണം എടുത്തുകൊണ്ട് പോകേണ്ടി വന്നത്. അപ്പം നമ്മളുടെ വീഡിയോ തുടങ്ങുകയാണ്. നമ്മൾ യാത്ര പോകുന്നതിൻ്റെ മുന്നാമ്പുറവും പിന്നാമ്പുറവും ഒക്കെ ഉണ്ടായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കരുനാഗപ്പള്ളിയിൽ തന്നെ ഞാനും കുഞ്ഞമ്മയും നമ്മൾ യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസമോ വൈകിട്ടോ ഓർക്കുന്നില്ലടാ. നമ്മുടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മറന്നുപോയി, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മൾ വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് ബസ് ബുക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ നട്ട്സൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി നല്ല ക്വാളിറ്റി ഉള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളൊരു കടയിൽ കയറി ഷാർജയും റോളും ഒക്കെ കഴിച്ചു. 2 റോളില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റോള് ഷാർജ വരുന്നതിന് മുമ്പേ കുഞ്ഞമ്മ കഴിച്ച് തീർത്തു. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പം കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു. കറികളൊക്കെ ഒന്ന് സ്റ്റോക്കാക്കി വെച്ചേക്കാന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് അവർക്ക് ചോറ് മാത്രം വെച്ചിട്ട് കറി വെക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള പരിപാടിയാണ്. പിന്നെ അത് അടുക്കളപ്പണി കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രം കഴുകൽ. അപ്പോൾ ഞാനിനി പാത്രം കഴുകലിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പം പാത്രം കഴുകൽ മാത്രമല്ല, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ ജോലികൾ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പടപടയെന്നായിരിക്കും ജോലി തീരുന്നത്, അറിയത്തത് പോലും ഇല്ല. അങ്ങനെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഫോണിൽ ആരോടെങ്കിലും നമ്മളെ ഫ്രണ്ട്സിനോടോ വല്ലതും സംസാരിച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്താട്ടെ എല്ലാം പെട്ടെന്ന് തീരും. നമ്മൾ ആലോചിക്കേ ഞാനെന്താണ് റോബോട്ടായോ, ചിട്ടി റോബോട്ടായോ എന്ന് തന്നെ വിചാരിക്കും. അതേപോലെ പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീരും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 2 ദിവസത്തേക്ക് നമ്മളിവിടെ ഇല്ല. തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ആയിരിക്കത്തില്ല. നമ്മളെത്ര വൃത്തിയാക്കി വെച്ചിട്ട് പോയാലും തിരിച്ചു വരുമ്പോഴത്തേക്കിനും അത് അലുക്കുലത്തായിട്ട് കിടക്കുന്നതായിരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ കറികളൊക്കെ നമുക്ക് കോരി സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. നമ്മുടെ സാമ്പാറാണ് കേട്ടോ. അയ്യോടാ കറണ്ട് പോയി. എന്തായാലും ഞാൻ സാമ്പാർ കോരി ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മുടെ കക്കാത്തോരനാണ്. ഞാൻ സാമ്പാറും വെച്ചു, കക്കാത്തോരനും വെച്ചു. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്, തേങ്ങ വറുത്ത് പൊടിച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കക്കാത്തോരനും സാമ്പാർ, പിന്നെ നമുക്ക് നാരങ്ങാച്ചാറുണ്ട്. കക്കാത്തോരനും സാമ്പാറും നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പൊടിച്ചമ്മന്തി ഫ്രിഡ്ജിൽ കയറ്റേണ്ട കാര്യമില്ല. അത് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞാൽ അത് കുളമായി പോകും. കുളമാവുന്നല്ല, അത് ഒരു സുഖമില്ല, അത് പന്നലാവത്തില്ലല്ലോ, കേടാവത്തില്ല. അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ ഫ്രിഡ്ജിനകത്താക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം അവരെടുത്തത് വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം ചൂടാക്കി കഴിക്കുമല്ലോ. ഇതെന്താണെന്ന് ചോദിച്ചാൽ പൊടിച്ചമ്മന്തി തൂത്തിട്ടതിൻ്റെ ബാക്കി ജാറിനകത്ത് പറ്റിയിരിക്കുന്നതൊക്കെ കഴിക്കും. പണ്ടൊക്കെ നമ്മൾ പളനിയിലൊക്കെ പോകുമ്പോൾ ഇതേ പോണക്ക് ഇങ്ങനെ ടിന്നിനകത്ത് പൊടിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചമ്മന്തി. ചോറ് കഴിക്കാൻ ഈ ഒരു ഇത് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ വയറ് നിറച്ച് കഴിക്കും, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അങ്ങനെ നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവർക്കിപ്പം രാത്രിത്തേക്ക് കഴിക്കാനുള്ളത് എന്താ, നമ്മുടെ മുട്ടക്രോസും മെഴുക്കുവരട്ടിയുണ്ട്, മീൻകറിയുണ്ട്, ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിനി നമ്മുടെ സുന്ദരി മണിക്ക് ഇച്ചിരി സിപ്പപ്പ് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ അവൾക്ക് സിപ്പപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ എന്താണ് ഇവിടെ വന്നിരിക്കേണ്ട കാരണം എന്തായിരുന്നെന്ന്. അവളെ ജോലിക്ക് കൊണ്ടുവിടാൻ പോകുന്നതുകൊണ്ടാണ്, കുഞ്ഞമ്മയുടെ മോളെ. അപ്പം എന്നെ അണ്ണൻ പാവുമ്പേന്ന് അങ്ങോട്ട് കരുനാഗപ്പള്ളിയിലോട്ട് കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും മലനടയിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് അടുത്താണ്, അവർക്ക് അവിടുന്ന് നല്ല ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ബസ് കാത്തിങ്ങനെ കരുനാഗപ്പള്ളിയിൽ KSRTC സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അണ്ണൻ ഞങ്ങളെ യാത്രയാക്കാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങൾ ബസ്സിനകത്ത് കയറി. നമുക്ക് സീറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് 3 സീറ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് നേരം വെളുത്ത് ഒരു 8-8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വയനാട്ടിൽ ചെന്നു. അവിടെ റൂമൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ അധികം വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തില്ല, കാരണം അവളുടെ ജോലിയും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എടുക്കാത്തത്. അങ്ങനെ പിന്നെ അവളെ ജോലിക്കാക്കി അവളുടെ ഹോസ്റ്റലിലും കാര്യങ്ങളൊക്കെ പോയി എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു. ഇതാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും കാണാം.